കാര്യം ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പേടിയുണ്ട്? കാരണം നമ്മൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ആളുകൾ എന്തു പറയും എന്ന ഭയമാണ്. ഞാനിപ്പോൾ തിങ്ക് ബിഗ് എന്ന പുസ്തകത്തിൽ 3-ാമത്തെ ചാപ്റ്റർ വായിക്കുകയാണ്. അതിലെ ആദ്യത്തെ ലെസൺ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഈ ചാപ്റ്റർ പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് നമ്മുടെ സാഹചര്യങ്ങളല്ല, നമ്മുടെ ചിന്താഗതിയാണ്. പലപ്പോഴും സ്കൂളിൽ നമ്മളെ ഗണിതവും സയൻസും പഠിപ്പിക്കും, പക്ഷേ വലുതായി ചിന്തിക്കാൻ ആരും പഠിപ്പിക്കാറില്ല. അതുകൊണ്ടാണ് പലരും സ്വന്തം സ്വപ്നങ്ങൾ പോലും ചെറുതാക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഒരു രസകരമായ താരതമ്യം പറയുന്നുണ്ട്. അമേരിക്കയിൽ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ചിന്തിക്കുന്ന പുസ്തകങ്ങൾ അനേകമാണ്. കാരണം അവിടെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിനക്ക് ഇതിലും ഉയരാം എന്ന ചിന്തയാണ്. പക്ഷേ ചില സമൂഹങ്ങളിൽ ഇന്നും ഒരു മനോഭാവമുണ്ട്, കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കരുത്. ഒരാൾ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ പ്രശംസയ്ക്ക് പകരം അസൂയയാണ് കിട്ടുന്നത്. അത് കാരണം പലരും സ്വന്തം കഴിവ് പോലും മറച്ചു ജീവിക്കുന്നു. പക്ഷേ ഈ പുസ്തകം പറയുന്നത് മറ്റൊന്നാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കി സ്വപ്നങ്ങളുടെ വലിപ്പം കുറയ്ക്കരുത്. നിങ്ങൾക്ക് എന്ത് ചിന്തിക്കുന്നുവോ അതാണ് പതിയെ നിങ്ങളുടെ ജീവിതമായി മാറുന്നത്. എപ്പോഴും എനിക്ക് പറ്റില്ല, ഞാൻ അത്ര വലിയ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് അത് തന്നെ വിശ്വസിക്കും. പക്ഷേ ഒരു ദിവസം മുതൽ എനിക്ക് കഴിയും, ഞാൻ വളരും, ഞാൻ വലിയ ലക്ഷ്യങ്ങൾ നേടും എന്ന് പറയാൻ തുടങ്ങുമ്പോൾ ആദ്യം മാറുന്നത് ലോകമല്ല, നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് മാറുമ്പോഴാണ് ജീവിതവും മാറാൻ തുടങ്ങുന്നത്. ഈ ചാപ്റ്റർ എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഇതാണ്. വലിയ വിജയം ആദ്യം ജനിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, അതിനുശേഷമാണ് അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരു കാര്യം ചെയ്യൂ, സ്വന്തം സ്വപ്നങ്ങളെ ചെറുതാക്കുന്നത് നിർത്തൂ. കാരണം വലുതായി ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് വലുതായി ജീവിക്കാൻ കഴിയുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കമൻറ്റിൽ ഒരു കാര്യം പറയൂ. ഇന്നു മുതൽ നിങ്ങൾ വലുതായി ചിന്തിക്കാൻ പോകുന്ന ഒരു സ്വപ്നം എന്താണ്?